ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖാട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ നമ്മളെ വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാ ഒരു കുഞ്ഞു ഹോം ടൂർ നടത്തിയാലോ വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇടണോ, അപ്പം നമ്മളെ വീടും ഒന്ന് കാണിക്കാലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ അതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മളെ തറപ്പണി കഴിഞ്ഞ ഭാഗമാട്ടോ. പിന്നെ അങ്ങനെ നേരെ അപ്പുറത്തെ സൈഡാണ് നമ്മളെ വീട്. അപ്പോൾ ഇതാ തറപ്പണിയൊക്കെ ഫുള്ളായി കഴിഞ്ഞു. തറപ്പണി കഴിഞ്ഞാൽ പെരപ്പണി കഴിഞ്ഞു എന്നല്ലേ. അപ്പോൾ ഇതാ മുന്നിൽ തന്നെ ഒരു മുത്തശ്ശി മാവൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഈ മാവുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മാവ് മാത്രം വെട്ടിയില്ല, ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് മുറ്റും കാര്യങ്ങളൊക്കെ. മുറ്റത്തൊരു കിണറുണ്ട്, കിണറിന് അടപ്പില്ല. മറ്റേ മതിലൊന്നും കെട്ടിയിട്ട് ആൾമറയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. കെട്ടിയിരുന്നു, അപ്പം അത് ഒന്ന് ചെരിഞ്ഞു. തല കുത്തി മറിയാൻ പോകുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടു, ബാരൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ചിന്ന ചിന്ന ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറിയ സിറ്റ് ഔട്ട് ആട്ടോ. സിറ്റ് ഔട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈ ഒരു കസേര കേട്ടോ. ഈ ഒരു കസേര സിറ്റ് ഔട്ടൊന്നും നീങ്ങാത്തൊരു കസേരയാണ്. അപ്പോൾ അതിൽ രാവിലെ ഒരു 6 മണി മുതൽ ഒരു 8 മണി വരെ ഇപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പം കടയ്ക്ക് നീറ്റ് പോകുമ്പോഴാണ് പിന്നെ ആ കസേര കാലിയാവുന്നത്. പിന്നെ അതാ ആ ഗേറ്റ് വഴിയാണ്, അതിയേറെയാണ് നമുക്കുള്ള വഴി കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ സ്ഥലം വേറൊരാളുടെയാണ്. അപ്പോൾ ഇതാ നേരെ ലിവിങ് ഹാൾക്ക് കയറിയാണ്. കയറുമ്പോൾ തന്നെ ഒരു ദിവാനുണ്ട്. നമുക്ക് പാല് കാച്ചുമ്പോൾ എൻ്റെ താത്ത ഗിഫ്റ്റ് തന്നതാട്ടോ. പിന്നെ ഇതാ അലിക്കുൽക്കത്ത് പണികളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓരോ ഭാഗം ചെറുതായ രീതിയിൽ ഒരു ഫിനിഷിങ് എത്തുമ്പോൾ എൻ്റെ കുട്ടികൾ അതങ്ങോട്ട് എരപ്പാക്കൂട്ടോ. എത്രയൊക്കെ നേരാക്കാൻ ശ്രമിച്ചാലും തീർക്കാൻ നോക്കിയാലും തീരാത്ത പണിയുള്ള ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. മേശ ഞങ്ങൾക്ക് ആദ്യം ഉള്ളതാണ്. കസേര ഞങ്ങൾക്ക് പാല് കാച്ചുമ്പോൾ അതാ കാക്കുവിൻ്റെ സിസ്റ്റർ കൊടുന്നതാട്ടോ, ഗിഫ്റ്റായിട്ട് തന്നെ. പിന്നെ ഒരു വാഷിംഗ് മെഷീനും കൂടെ കേട്ടോ ഓള് കൊടുന്നത്. പിന്നെ എന്താ അവിടെ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ ചെല്ലുന്നത് ഇളയച്ചൻ്റെ റൂമിൽ കേട്ടോ. അതിൽ ബെഡുണ്ട്, കട്ടിലുണ്ട്, അങ്ങനെ അവരെ എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ പണി ചെയ്യാത്തതുകൊണ്ട് എല്ലായിടത്തും ഒന്നും ഒതുക്കി വെക്കാനുള്ളൊരു സ്ഥലമില്ല. ഓടുവരാണെങ്കിൽ വല്ല ആയാലോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അവിടേക്ക് ഒന്ന് സെറ്റാക്കാറുന്നു. പിന്നെ അവിടുന്ന് നേരെ ചെല്ലുന്നത് എൻ്റെ സ്വന്തം ഗ്ലംബ്ലാവിലേക്കാണ് കേട്ടോ. നമ്മൾ റൂം പറയുമ്പോൾ നമുക്കൊരു ഗ്ലംബ്ലാവല്ലേ, ഒരു കെട്ടാരം പോലെ. എനിക്ക് 2 ബെഡുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കിടക്കാനുള്ളതും കൂടെ ഉണ്ട്. പിന്നെ ഒരു ഇതാ അലമാരുണ്ട്. അലമാര എനിക്ക് എന്താ പറയുക കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പിച്ച് തന്നാട്ടോ. പിന്നെ ഇതാ ബെഡുണ്ട്, കട്ടിലുണ്ട്. കുട്ടികൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കൊട്ടയും വട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞാനൊരു ഹാങ്കറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ. എൻ്റെ കലാവിരുദ്ധകൾ തെളിയിച്ചതാണ് ആ ഹാങ്കർമേ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. തുറന്ന് കാണിച്ചതിനൊരു മോശമല്ലേ. പിന്നെ നേരെ ചെല്ലുക അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ഫ്രിഡ്ജുണ്ട്, എല്ലാ സാധനങ്ങളും നമുക്കുണ്ട് കേട്ടോ. പിന്നെ മിക്സിയുണ്ട്, ഗ്യാസുണ്ട്, പിന്നെ ഡപ്പകളുണ്ട്. റാക്കിൻ്റെ മുകളിൽ കുറേ തൊടാത്തതും തൊട്ടതുമായ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നനച്ചുളി ആയതുകൊണ്ട് അവിടെ കുറച്ച് കാലി ആയിക്കണു. കാരണം സെറ്റാക്കിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഡെയിലി യൂസ് ചെയ്യണത് അതിൻ്റെ ആ റാക്കിൻ്റെ എല്ലാ സ്ലാബിൻ്റെ താഴെ വെച്ചിക്കണു. പിന്നെ അതാ ഫുൾ ഫിനിഷാക്കിയ കുറച്ചെങ്കിലും കുറച്ച് ഫിനിഷാക്കിയ ഒരു ഭാഗം കേട്ടോ ഞങ്ങളെ വർക്ക് ഏരി. നല്ല അടിപൊളി അടുപ്പുണ്ട്. ചോറും കൂടിയൊക്കെ എന്താ പറയുക വെള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. അതാണ് അടച്ചു വെക്കാത്തത്. എന്താ പാത്രങ്ങൾ ഫുള്ള് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്റ്റാൻഡ് കൂടി ഞങ്ങളെ കലാവിരുദ്ധത്തിൽ തീർത്തുക്കണു. പിന്നെ നേരെ പുറത്തേക്ക് പോകാട്ടോ. പുറത്തുതാ ആഹാ എന്താ അന്തസ്. പിന്നെ ഇപ്പുറത്തൊരു സൈഡിലിതാ ഞങ്ങൾ പഴയ അടുപ്പാട്ടത്. പിന്നെ അപ്പുറത്തെ സൈഡിലൊരു വാഷിംഗ് മെഷീനും കൂടെ ഉണ്ട്. അത് ഇതാ കാക്കുവിൻ്റെ പെങ്ങൾ കൊടുന്നതാ പറഞ്ഞില്ലേ അത്. പിന്നെ പുറത്തൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കും.